ഈ കാണുന്ന ഹോണ്ടയുടെ ടെസ്റ്റ് ഡ്രൈവ് വാഹനങ്ങളും ഇവിടെ കാണുന്ന ടാറ്റയുടെ ടെസ്റ്റ് ഡ്രൈവ് വാഹനങ്ങളൊക്കെ ഓപ്ഷൻ വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വാഹനം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് നിങ്ങൾക്ക് തോന്നുന്ന വില പറഞ്ഞുകൊണ്ട് ആ ലേലം വിളിച്ചെടുക്കാവുന്നതാണ്. അതായത് നമുക്ക് ഓൺ റോഡ് പ്രൈസിനേക്കാൾ ലക്ഷങ്ങൾ വില കുറവിൽ ഇതൊക്കെ ഇപ്പോൾ സ്വന്തമാക്കാം. അത് ടാറ്റയും ഹോണ്ടയും ഒരുമിച്ച് നടന്നൊരു ലേലമാണ്. അപ്പോൾ ഇത് നടക്കുന്നത് കൊല്ലം കോഴിക്കുള്ള മുത്തു ടാറ്റ ഷോറൂമിനകത്താണ്. അതിനു മുമ്പ് നിങ്ങൾ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്തതിന് ശേഷം വരാനായിട്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഹിസ്റ്ററി ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഏത് വാഹനമാണോ ചൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ ഹോണ്ട എലിവേറ്റർ വേണ്ടതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ രണ്ടെണ്ണം നമുക്ക് മാനുവലും ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട്. അപ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽ വിത്ത് ഹിസ്റ്ററി അടക്കം അവർ അയച്ചു തരും. അങ്ങനെ ഇതിൻ്റെ ഏത് മോഡൽ വേണമെങ്കിൽ ഡീറ്റെയിൽ ആദ്യം തന്നെ നമുക്ക് കയ്യിലെത്തും. നിങ്ങൾക്ക് അതിനു മുമ്പ് നിങ്ങൾ അടുത്തുള്ളവരാണെങ്കിൽ വാഹനം നേരിട്ടൊന്ന് ഇൻസ്പെക്ട് ചെയ്യണം കാണണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരവും വരുന്നുണ്ട്. സോ വിശദമായിട്ട് ഓരോ മോഡൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹോണ്ടയിൽ വന്നിട്ടുള്ളത് ഈ നിൽക്കുന്നതെല്ലാം ടെസ്റ്റ് ഡ്രൈവ് മോഡൽസ് ആണ്. അതായത് രജിസ്റ്റർ ചെയ്യാത്ത ടെസ്റ്റ് ഡ്രൈവ് വാഹനങ്ങളാണ്. നിങ്ങളായിരിക്കും ഇതിൻ്റെ ഫസ്റ്റ് ഓണർ വരുന്നത്. നിങ്ങളെ നാട് എവിടെയാണോ ആ നാട്ടിൽ രജിസ്ട്രേഷനിൽ ഇത് ചെയ്യാം. എന്ന് മാത്രമല്ല നമുക്ക് ഫിനാൻസ് ഇടുമ്പോഴും, അതായത് എല്ലാ വാഹനങ്ങൾക്കും കൂടെ ഫിനാൻസ് അവൈലബിൾ ആണ്. പക്ഷേ പുതിയ വണ്ടി രജിസ്റ്റർ ചെയ്യാത്ത വണ്ടികൾക്കുള്ള ഫിനാൻസ് ആകുമ്പോൾ നമുക്ക് ഒരു ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള ഗുണങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഫാൻസി നമ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വാഹനങ്ങൾക്ക് എടുക്കാം. ഈ ഒരു അമേസ് കാണുന്നത് ഒരു മാനുവൽ ട്രാൻസ്മിഷനാണ്, ഫുൾ ഓപ്ഷനാണ്. സ്വാഭാവികമായിട്ടും ടെസ്റ്റ് ഡ്രൈവ് വാഹനങ്ങളാകുമ്പോൾ ഫുൾ ഓപ്ഷൻ വാഹനങ്ങളായിരിക്കും വരിക. പിന്നെ ആക്സിഡൻറ്റും അത്യാവശ്യം ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ടാൽ മനസ്സിലാക്കും. അപ്പോൾ ഇതിൽ ഒരുപാട് ആക്സിഡൻറ്റ് നമുക്ക് ഇതേ ഒരു ഗാർണിഷ്, അതുപോലെ തന്നെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ കണ്ടോ ഒരു അമേസ് എന്നുള്ള ഡീക്കൽ കാര്യങ്ങൾ, അങ്ങനെ അത്യാവശ്യം ആക്സിഡൻറ്റ് കാര്യങ്ങൾ ഇതിൽ കാണാനായിട്ട് പറ്റും. വണ്ടിയുടെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഈ നിർത്തിയിട്ട് എങ്ങനെയാണ് നിങ്ങളിവിടെ കാണുക ആ കണ്ടീഷനിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതാണ്. ടയറൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം അത്യാവശ്യം ടയറുണ്ട്. ഒരു പകുതിയോളം ടയർ ഭാഗങ്ങളുണ്ട്. ഇത് ഏകദേശം ഒരു ഓടിയിട്ടുള്ള ഒരു 30,000 കിലോമീറ്ററിനകത്താണ്. 29,000 സംതിങ് ആണ് ഈ ഒരു ടെസ്റ്റ് ഡ്രൈവ് വാഹനം മാനുവൽ അമേസ് ഓടിയിട്ടുള്ളത്. സോ ഇത് നിങ്ങൾക്ക് ലേലത്തിൽ സ്വന്തമാക്കാം എന്നുള്ളതാണ്. അതായത് ഓൺ റോഡ് പ്രൈസിനേക്കാൾ ലക്ഷങ്ങൾ, 1-2 അല്ല ലക്ഷങ്ങൾ കുറവിൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും. ഇനി 2 എലവേറ്റാണ് വന്നിട്ടുള്ളത്. ഏകദേശം 25,000 കിലോമീറ്ററാണ് ഇത് രണ്ടും ഓടിയിട്ടുള്ളത്. ഈ വാഹനം കാണുന്നത് മാനുവലാണ്, ഇത് ഓട്ടോമാറ്റിക് ആണ്. രണ്ട് ഏകദേശം ഒരേ കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. അത്യാവശ്യം നമുക്കറിയാവുന്ന ഒരു 1.5 ലിറ്റർ പെട്രോളിലാണ് ഈ ഒരു വാഹനം നമുക്ക് ലഭിക്കുക. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതായത് LED ഹെഡ് ലാമ്പ്, അലോയ് വീൽസ്, സൺ റൂഫ് തുടങ്ങിയുള്ള A to Z ഫീച്ചേഴ്സ് നമുക്കിതിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഈ ഹോണ്ടയുടെ 3 വാഹനമാണ് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ലൈനപ്പിലായിട്ട് പറയാനുള്ളത്. ഈ പറഞ്ഞ പോലെ നമുക്ക് ഫസ്റ്റ് ഓണർ ആയിട്ട്, അതായത് രജിസ്റ്റർ ചെയ്യാത്ത വാഹനം തന്നെ സ്വന്തമാക്കാനുള്ള ഒരു അവസരം. ഇത് കൂടാതെ തന്നെ നമുക്കൊരു ഇയർ ബാക്ക് മോഡൽ ഹോണ്ട സിറ്റി കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ സിറ്റി ഫാൻസ് കുറേ പേരുണ്ടായിരിക്കും. അപ്പോൾ സിറ്റി നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അത് ഇയർ ബാക്ക് ആണ് കേട്ടോ. ടെസ്റ്റ് ഓടിയിട്ടില്ല, അത് 0 കിലോമീറ്റർ ആയിരിക്കും. ടെസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്യാത്ത ഒന്നും ചെയ്യാത്ത നമ്മുടെ യാർഡിൽ കിടക്കുന്ന വണ്ടിയാണ്. അപ്പോൾ അത് ഇയർ ബാക്ക് മോഡലിന് നമുക്ക് ഈ ഒരു ലൈനപ്പിൽ ഉൾക്കൊള്ളിച്ച് നമ്മൾ വില കെട്ടിയിട്ട് നമുക്ക് വിളിച്ചെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഈ മോഡൽസാണ് നമുക്ക് ഹോണ്ടയുടെ ലൈനപ്പിൽ വരുന്നത്. ഇനി ടാറ്റയിലേക്ക് വന്നു കഴിഞ്ഞാൽ പഞ്ചിന് ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ പുതിയ മോഡൽസ് വന്നിട്ടുണ്ട്. അതായത് ഇലക്ട്രിക്കിന് പുതിയ മോഡൽ വന്നു, പെട്രോളിനൊക്കെ പുതിയ വേരിയൻസ് അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റ് വന്നു. അതുകൊണ്ട് തന്നെ പഴയ മോഡൽ എല്ലാ ടെസ്റ്റ് ഡ്രൈവ് വാഹനങ്ങളും പഞ്ചിൻ്റെ ഒരു റീപ്ലേസ് ചെയ്യാണ് നമ്മുടെ മുത്തു ടാറ്റയിൽ. അതുകൊണ്ട് നമുക്ക് CNG വരുന്നുണ്ട്, പെട്രോൾ വരുന്നുണ്ട്, ഇലക്ട്രിക് വരുന്നുണ്ട്, അതിൽ തന്നെ ഓട്ടോമാറ്റിക്, മാനുവൽ, അങ്ങനെ പഞ്ചിൻ്റെ എല്ലാ വേരിയൻസും ഈ ഒരു ലൈനപ്പിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ കാണുന്നത് ഒരു CNG വാഹനമാണ്. ഏകദേശം 16,000-17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിൽക്കുന്ന കണ്ടീഷൻ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഈ ഒരു സൈഡിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതാണ്. ഇത് രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളാണ്. നമ്മൾ ഹോണ്ടയുടെ ടെസ്റ്റ് ഡ്രൈവ് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാത്തതാണ് കണ്ടത്. ഇതിൽ ഓൾറെഡി നിങ്ങൾ നമ്പർ പ്ലേറ്റ് കണ്ടിട്ടുണ്ടാവും. ടാറ്റയിൽ വന്നിട്ടുള്ളത് രജിസ്റ്റർ ചെയ്ത്, അതായത് നിങ്ങൾ സെക്കൻഡ് ഓണർ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഇത് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ചെറിയൊരു മാറ്റം സംഭവിക്കുന്നത് വെച്ചാൽ ഓൾറെഡി ഇവിടുത്തെ രജിസ്ട്രേഷനിൽ നമ്പറായി എന്ന് മാത്രമല്ല, നമുക്ക് ഫിനാൻസ് എടുക്കുന്ന സമയത്തും ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഒരു മാറ്റം വരും. അതായത് നമ്മൾ പുതിയ വണ്ടിക്ക് എടുക്കുന്നതും സെക്കൻഡ് വണ്ടിക്ക് എടുക്കുന്നതിന് ചേഞ്ച് നമുക്കിവിടെ സംഭവിക്കും. അപ്പോൾ ഇത് CNG ആണ്. CNG അത്യാവശ്യം നമുക്ക് മൈലേജ് വേണമെന്നുള്ളവർക്ക്, ചെറിയൊരു SUV വേണമെന്നുള്ളവർക്കും ഈ ഒരു മോഡലൊക്കെ പരിഗണിക്കാവുന്നതാണ്. അതുകൂടാതെ ഞാൻ പറഞ്ഞ പോലെ നോർമൽ പെട്രോളിൻ്റെ മാനുവലും ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട്. എല്ലാം ഒരു 20,000 കിലോമീറ്റർ താഴെയാണ് പഞ്ച് ഓടിയിട്ടുള്ളത് ടെസ്റ്റ് ഡ്രൈവ് വാഹനങ്ങൾ. കൂടാതെ ഒരു ഇലക്ട്രിക് ഉണ്ട്, നമുക്ക് 5 EVയുടെ ഇലക്ട്രിക് മോഡൽ ഉണ്ട്. അത് 30-35,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. സോ ഇപ്പോൾ നമ്മുടെ ഡിസ്പ്ലേയിൽ ഇല്ല. എന്തായാലും ഇലക്ട്രിക്കിൻ്റെ ആകെ ഒരൊറ്റ മോഡൽ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളതും അത് 5 EV ആണ് വന്നിട്ടുള്ളത്. ഇനി നെക്സോൺ ഉണ്ട്, നമുക്ക് കോമ്പാക്ട് SUVയിൽ വരുന്നത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് 2 ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് തന്നെയാണ്. പക്ഷേ ഇത് നോക്കുമ്പോൾ കുറച്ചൊരു നോർമൽ നെക്സോൺ പോലെ നിങ്ങൾക്ക് തോന്നില്ല, കുറച്ചുകൂടി ആക്സറി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു, ചില വാഹനങ്ങളൊക്കെ ഒരുപാട് ആക്സറി ചെയ്ത്, അതായത് കസ്റ്റമറെ കാണിക്കാനായിട്ട് ഇവിടുന്ന് ആക്സറി ചെയ്തിട്ടായിരിക്കും ഇവർ നിർത്തിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇതേ കണ്ടീഷനിൽ നമുക്ക് കിട്ടുക, ഇത് ഒരു ഊരിയെടുക്കുക അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എങ്ങനെയാണ് ഈ വണ്ടി കാണുന്നത്, അതിൽ ആക്സറി എല്ലാം അടക്കമാണ് നമുക്ക് വാങ്ങാനായിട്ട് പറ്റുന്നത് എന്നുള്ളതാണ്. ഈ ഒരു മോഡൽ വന്നിട്ട് പെട്രോൾ മാനുവൽ ആണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് DC ട്രാൻസ്മിഷൻ ആണ്, ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ വരുന്ന ഒരു മോഡലാണ്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നീറ്റാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ അത്യാവശ്യം ഒരു 35,000 കിലോമീറ്ററാണ് ആവറേജ് ഈ 2 വാഹനങ്ങൾ ഓടിയിട്ടുള്ളത്. ചെറിയ മാറ്റം ഉണ്ടാവട്ടെ, ഞാൻ ആവറേജ് കണക്ക് പറയുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു
ടയർ നോക്കിയാൽ നമുക്ക് കറക്റ്റ് അറിയാനായിട്ട് ഒരു ആവറേജ് നമുക്ക് 50,000 കിലോമീറ്ററൊക്കെയാണ് ടയർ കിട്ടുക. ആ ഒരു ലൈഫ് നമുക്ക് ഇവിടെ ടയർ കാണാനായിട്ട് സാധിക്കും. ഇതിൽ വേറെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഈ ഒരു മോഡലിൽ നമുക്ക് കാണുന്നില്ല. ഇന്റീരിയറിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതിന്റെ ബോഡി കളർ ടൈപ്പ് തന്നെ ആയിരിക്കും ഇതിന്റെ ഒരു ഇന്റീരിയറിലെ കളർ തീം എന്നുള്ളതാണ്. അത്യാവശ്യം ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പക്ക നീറ്റ് ആൻഡ് പക്ക ക്വാളിറ്റിയിൽ ഫിനിഷിൽ നിൽക്കുന്നതാണ് കേട്ടോ. സീറ്റ് വെന്റിലേഷൻ അടക്കമുള്ള ഹൈ എൻഡ് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. നേരിട്ട് നിങ്ങൾക്ക് 14-ാം തീയതിയാണ് ഓപ്ഷൻ വരുന്നത്. 13-ാം തീയതി വരെ നമുക്ക് വാഹനം ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരിട്ട് കാണാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അടുത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചോയ്സ് കൂടി ലഭിക്കുന്നുണ്ട് എന്ന് പറയാം. അത്യാവശ്യം ഫുള്ളി ലോഡാണ്. അത് പറഞ്ഞ് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് വണ്ടികളായതുകൊണ്ട് തന്നെ ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം കാണിച്ചിട്ടായിരിക്കും ഷോറൂമാർ ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കുക. കാരണം എല്ലാ ഫീച്ചേഴ്സും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ഡ്രൈവ് രജിസ്റ്റർ ചെയ്തിട്ടൊക്കെ ഫുൾ ഓപ്ഷൻ വാഹനങ്ങളായതുകൊണ്ട് ഫുൾ ഫീച്ചർ ലോഡർ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ മാനുവലിന് ഈ ഒരു കളർ വന്നിട്ടുണ്ട്. കൂടാതെ ഈ ഒരു റെഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് DC ആണ് വന്നിട്ടുള്ളത്. ഈ 2 മോഡലാണ് നെക്സോണിൽ നമുക്ക് രജിസ്റ്റേർഡ് ആയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് രജിസ്റ്റേർഡ് വേണ്ട, ടെസ്റ്റ് ഡ്രൈവ് വേണ്ട, അനങ്ങാത്ത വണ്ടി ഉണ്ടോ, 0 കിലോമീറ്റർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ 3 മോഡൽസ് നെക്സോണിൽ 0 കിലോമീറ്റർ വരുന്നുണ്ട്. ഇയർ ബാക്ക് ആണ്. 2024 മാനുഫാക്ചറിംഗിൽ ഒരു 3 നെക്സോൺ വരുന്നുണ്ട്. അതിൽ പ്യുവർ എന്ന് പറഞ്ഞ ഒരു വേരിയന്റ്, അതായത് നിങ്ങൾക്കൊരു 10 ലക്ഷത്തിനകത്ത് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ കാണിച്ചത് ഇപ്പോൾ എലിവേറ്റർ ആണെങ്കിലും നെക്സോൺ ആണെങ്കിലും ഒക്കെ ഒരുവിധം അത്യാവശ്യം ബഡ്ജറ്റ് വരുന്ന വണ്ടികളാണ്. അപ്പോൾ നിങ്ങൾ വലിയ റേറ്റ് ആവുമെന്ന് വിചാരിക്കും. എന്നാൽ നിങ്ങൾക്ക് ഒരു 10 ലക്ഷത്തിനകത്ത് ബഡ്ജറ്റുള്ളവർക്കും ഈ ഒരു ലേലത്തിൽ പങ്കെടുക്കാം. താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. അതായത് നെക്സോണിൻ്റെ പ്യുവർ എന്ന് പറയുന്ന പെട്രോൾ മാനുവൽ വണ്ടി ഇയർ ബാക്ക് അവൈലബിൾ ആണ്. അതായത് നിങ്ങളായിരിക്കും അതിൻ്റെ ഫസ്റ്റ് ഓണർ. 0 കിലോമീറ്റർ ആയിരിക്കും അത് ഓടിയിട്ടുണ്ടാവുക. 2024 മാനുഫാക്ചറിംഗ് ആണ്. അത് ഇവിടെ യാർഡിലാണ് കിടക്കുന്നത്. നമുക്ക് ഇവിടെ വാഹനം അവൈലബിൾ അല്ല. അത് കൂടാതെ തന്നെ ഇപ്പോൾ ഈ 2 കണ്ട ഓപ്ഷൻസ് ഉണ്ട്. അതായത് പെട്രോൾ മാനുവലും പെട്രോളിൽ DCയും ഇതും നമുക്ക് ഇയർ ബാക്ക്. അങ്ങനെ മൊത്തം 3 ഇയർ ബാക്ക് മോഡൽസും 0 കിലോമീറ്റർ നെക്സോൺ അവൈലബിൾ ആണ്. സോ നെക്സോൺ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇനി മറ്റെവിടെയെങ്കിലും ബുക്ക് ചെയ്തിട്ടവരാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ആ താഴെ കിടത്ത നമ്പറിലൊന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളും പ്രൈസും ഒക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. എന്നിട്ട് ഇതിനൊരു ഓപ്ഷനിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിഡിലൻ ഡീലിൽ നെക്സോൺ സ്വന്തമാക്കാനായിട്ട് പറ്റും. ഇനി ഡീസൽ വേണ്ടവർക്ക്, അതായത് നല്ല മൈലേജ് 20 മൈലേജ് വേണമെന്നുള്ള ഒരുപാട് പേരുണ്ട് ഡീസൽ വാഹനം നോക്കുന്നവർ. കാരണം എന്താ വെച്ചാൽ ഡീസൽ പ്രത്യേകത പറഞ്ഞാൽ മൈലേജും കിട്ടും, നല്ല പെർഫോമൻസ് തരും. അതായത് കാല് കൊടുക്കുമ്പോൾ ഒരു വണ്ടി കയറുന്ന ഫീൽ നമുക്ക് കിട്ടും. അങ്ങനെ നോക്കുന്നവർക്ക് ഇത് ടാറ്റ നെക്സോണിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. അഗൈൻ ടെസ്റ്റ് ഡ്രൈവ് വാഹനം തന്നെയാണ്. ഏകദേശം 23,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. അതുകൊണ്ട് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. ഇൻക്ലൂഡിങ് നമുക്ക് നമ്മുടെ വെന്റിലേറ്റഡ് സീറ്റ് വരെ വരുന്നുണ്ട്. ഡെൻറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഫെൻഡറിൽ ചെറിയൊരു ഡെൻറ്റ് വന്നിട്ടുണ്ട്. അത്യാവശ്യം 25,000 കിലോമീറ്റർ ഓടിയ ടയറിനാണ്. ഇനി ഒരു പകുതിയും കൂടി ഓടാം. അത്ര തന്നെ ഒരു 25,000 കൂടി ഓടാനുള്ള ടയർ 4 ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എന്ന് പറയുന്നത്. വെന്റിലേറ്റർ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞ പോലെ വരുന്നുണ്ട്. ആ ഒരു ടാറ്റയുടെ സ്മാർട്ട് സ്റ്റിയറിംഗ് വീല്, അതിൽ ക്രൂസ് കൺട്രോൾ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൽ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് AMT ആണ് വരുന്നത് കേട്ടോ. അതായത് നെക്സോണിലെ ഡീസൽ പറഞ്ഞാൽ AMT ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. അപ്പോൾ അത് അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സൺറൂഫ് അടക്കമുള്ള എല്ലാ ഫീച്ചേഴ്സും, ലെതർ സീറ്റ്, അങ്ങനെ A to Z. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫീച്ചർ ലോഡർ ആയിരിക്കും ടെസ്റ്റ് ഡ്രൈവ് വാഹനങ്ങൾ. ബാക്കിൽ ഇവിടെ ടെയിൽ ലൈറ്റിൽ ചെറിയൊരു ക്രാക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അതിനുള്ളിൽ വെള്ളം കയറിയിട്ട് അപ്പോൾ ഇത് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അതിൽ മറ്റൊരു കാര്യം എന്താ പറയുക വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പേരിലേക്ക് മാറ്റിയതിന് ശേഷം ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഇൻഷുറൻസ് ക്ലെയിം ചെയ്തെടുക്കാനൊക്കെ പറ്റും. അതിനുള്ള സപ്പോർട്ടൊക്കെ നമുക്ക് ഷോറൂമിൽ നിന്ന് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഡീസൽ വേണ്ടവർക്ക് ഒരൊറ്റ മോഡൽ നെക്സോൺ അവൈലബിൾ ആണ്. ഇനി ടാറ്റയിലെ ഫ്ലാഗ്ഷിപ്പ് മോഡലായിട്ടുള്ള സഫാരി വരുന്നത് 7 സീറ്റർ ആണ്. ഇതും രജിസ്റ്റർ ചെയ്താണ്. നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ്. 2023 മോഡലാണ് വന്നിട്ടുള്ളത്. ഏകദേശം 35,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടയർ ഭാഗങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. നമുക്ക് ഏകദേശം ഒരു കൂടിപ്പോയി ഒരു 10,000 കിലോമീറ്റർ ഓടാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ടയറിന് വരുന്നത്. ചെറിയ സ്ക്രാച്ചുകൾ കാണാനുണ്ട്. ഇവിടെയൊക്കെ ഒരു ഡെൻറ്റ് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെടാം. അതിനനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന വില നിങ്ങൾക്ക് വിളിച്ചെടുക്കാമെന്നുള്ളതാണ് ടയറിൻ്റെ കാര്യമാണെങ്കിൽ. ബാക്കിയെല്ലാം പിന്നെ ഹിസ്റ്ററി വലിയ തട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടുന്ന് ഹിസ്റ്ററി എന്തായാലും നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്യുമ്പോൾ ആവശ്യപ്പെട്ടാൽ ഇവർ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ ഹിസ്റ്ററി നോക്കിയാൽ നിങ്ങൾക്ക് വലിയ തട്ടുണ്ട്, എന്തൊക്കെയാണ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത് അറിയാനായിട്ട് വരും. അത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഡീൽ നടക്കുമെന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ ചില വാഹനങ്ങൾക്കൊക്കെ വാറണ്ടി ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെയാണ് വാറണ്ടി ക്ലെയിം ചെയ്യാൻ വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് വേറെ അതിൽ തരികിട പരിപാടികൾ അങ്ങനെ ഒന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടൊരു ഡീൽ നിങ്ങൾക്ക് കിട്ടും. ഇതിലിപ്പോൾ 35,000 കിലോമീറ്റർ ഓടി ടയർ ഇങ്ങനെയൊക്കെയാണ് ഇത്രയും ഇതായിട്ട് പറയുമ്പോൾ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ പക്ഷേ ആ ഒരു പഴക്കത്തിൻ്റെ വലിയ ഫീലോ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അത്യാവശ്യം നീറ്റ് ആയതൊരു ഫ്ലാഗ്ഷിപ്പ് മോഡലിൻ്റെ ഒരു ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ക്വാളിറ്റി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. പവേർഡ് സീറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് തുടങ്ങിയിട്ടുള്ള ഹൈ എൻഡ് വാഹനങ്ങൾ നമ്മൾ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും വിത്ത് ബോസ് മോഡ് അടക്കം. ഇത് കാണിച്ചേ ബോസ് മോഡ് കേട്ടോ. ബോസ് മോഡ് അടക്കം വരുന്നുണ്ട്. അതും അപ്പോസ്റ്റൊക്കെ നോക്കുകയാണെങ്കിൽ ലെതർ സീറ്റാണ്. അതും നല്ല ക്വാളിറ്റിയിലാണ്. നിങ്ങൾ വേറെ എടുത്തു കഴിഞ്ഞാൽ അതിന് വേണ്ടി പൈസ ചിലവാക്കി ക്ലീൻ ചെയ്യുക അങ്ങനെയൊന്നും വേണ്ട. അപ്പോൾ ഇൻറ്റീരിയർ 100% മാർക്ക് കൊടുക്കാം. എക്സ്റ്റീരിയറിലാണ് ചെറിയ ഡെൻറ്റ് കാര്യങ്ങൾ സ്ക്രാച്ചൊക്കെ നമുക്ക് ഈ ഒരു സഫാരിയിൽ കാണാനുള്ളത്.
അപ്പോൾ ഏകദേശം 35,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണറിൽ നമ്മൾ ടെസ്റ്റ് വാഹനമായിട്ട് ഉപയോഗിച്ച സഫാരി നിങ്ങൾക്ക് ഈ ഒരു ലേലത്തിൽ സ്വന്തമാക്കാനുള്ള അവസരമുണ്ട്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഒരു 0 കിലോമീറ്റർ ഈ ഒരു എഞ്ചിനും കൂടി ഒരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ ഹാരിയർ അവൈലബിൾ ആണ്. അത് 2025 മോഡലാണ് വരുന്നത്. ഫുൾ ഒരു സ്റ്റെൽത്ത് ബ്ലാക്ക് ഫിനിഷിൽ ഷോറൂമിനകത്ത് അതിൻ്റെ ക്ലിപ്പ് ഞാൻ കാണിക്കാം. അപ്പോൾ അതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 0 കിലോമീറ്റർ ആയിരിക്കും, നിങ്ങളായിരിക്കും ഫസ്റ്റ് ഓണർ, രജിസ്റ്റർ ചെയ്യാത്ത ഒരു ഇയർ ബാക്ക് മോഡലും കൂടി അവൈലബിൾ ആണ്. അപ്പോൾ ഡീസൽ നിങ്ങൾക്ക് 7 സീറ്റർ വേണ്ട 5 സീറ്റർ മതി എന്നുണ്ടെങ്കിൽ ആ ഹാരിയറും പരിഗണിക്കാം. ഈ ഒരു ഹാച്ച് ബാക്ക് വേണ്ടവർക്ക് തിയാഗ എന്തായാലും ഇല്ല, അതാണ് എൻട്രി ലെവൽ ടാറ്റയിൽ. അത് കൂടാതെ ആൾട്രോസ് എന്ന് പറഞ്ഞൊരു മോഡൽ, അതിന് റേസർ എന്ന് പറഞ്ഞൊരു എഡിഷൻ കുറച്ചുകൂടി പെർഫോമൻസ് എന്ന ടർബോ എഞ്ചിൻ വരുന്നൊരു വാഹനം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 2 മോഡൽ ടെസ്റ്റ് ഡ്രൈവ് വാഹനങ്ങളും കൂടി അവൈലബിൾ ആണ്. അപ്പോൾ അത് അത്യാവശ്യം ഫുള്ളി ലോഡറാണ്. നമുക്ക് R2 R3 എന്നൊക്കെ പറയുന്ന ഹൈ എൻഡ് വേരിയൻറ്റിൽ വരുന്ന വാഹനങ്ങളാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഫീച്ചർ ലോഡർ ആയിരിക്കും, അത്യാവശ്യം നല്ല പവർ 120 PS പവറൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കിടിലം വാഹനമാണ്. അപ്പോൾ അത് വേണ്ടവർക്ക് അങ്ങനെ നോക്കാം. ഇനി നമ്മളിവിടെ പറയാത്ത മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു കർവിൻ്റെ 3 മോഡൽസ് വരുന്നുണ്ട്. അതായത് അതെല്ലാം 0 കിലോമീറ്റർ ആയിരിക്കും, ഇയർ ബാക്ക് ആണ്. 2024 മോഡൽ വാഹനങ്ങളാണ്, ഓടാത്തതാണ്, യാർഡിൽ കിടക്കുന്നതാണ്, 0 കിലോമീറ്റർ ആണ്, ആരും ഇതുവരെ വാങ്ങിയിട്ടില്ല, ഓടിയിട്ടില്ല, ടെസ്റ്റർ ഒന്നും അടിക്കാത്ത വാഹനങ്ങളാണ്. അതിൽ നമുക്ക് പെട്രോൾ 2 വണ്ടി വരുന്നുണ്ട്, ഡീസൽ 1 വണ്ടി വരുന്നുണ്ട്. അങ്ങനെ കർവിൽ 3 മോഡൽസ് നമുക്ക് 0 കിലോമീറ്റർ അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് കിടിലം പ്രൈസിലാണ് വാങ്ങാനായിട്ട് പറ്റുക. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മിസ് ചെയ്യേണ്ട. ലൊക്കേഷൻ പറഞ്ഞ പോലെ കൊല്ലം കോയിക്കലുള്ള മുത്തൂറ്റ് ടാറ്റ ഷോറൂമിൻ്റെ മുൻവശത്താണ് 14-ാം തീയതി രാവിലെ 9:30 മുതൽ ഒരു ഓപ്ഷൻ നടക്കാൻ പോകുന്നത്. നിങ്ങൾ ആ 14-ാം തീയതി രാവിലെ ഇങ്ങോട്ട് കയറി വന്നാൽ നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാനായിട്ട് പറ്റില്ല. നിങ്ങൾ 13-ാം തീയതിക്ക് മുൻപായിട്ട് വിളിച്ച് രജിസ്റ്റർ ചെയ്തവർക്കാണ് ഇതിൽ പങ്കെടുക്കാനായിട്ട് പറ്റും. ഏകദേശം രജിസ്റ്റർ ചെയ്യാനായിട്ട് 20,000 രൂപ കൊടുക്കണം. നിങ്ങൾ വാഹനം ലേലം വിളിച്ചിട്ടില്ലെങ്കിൽ ആ 20,000 നിങ്ങൾക്ക് റിട്ടേൺ തിരിച്ച് തരുന്നതായിരിക്കും. നിങ്ങൾ വാഹനം വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി പ്രോസസ്സ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആ ഫണ്ട് എടുക്കും. ആ രൂപത്തിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാം. ഈ വണ്ടിയുടെ ഏതെങ്കിലും മോഡൽസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയണം. ഇപ്പോൾ ഞാൻ കാണിച്ച വിഷ്വൽ പോരാ, നിങ്ങൾക്ക് ടയർ ഒന്ന് കാണണം, ഇൻറ്റീരിയർ ഒന്ന് കാണണം, ലൈറ്റ് ഒന്ന് കാണണം, അങ്ങനെ എന്തെങ്കിലും ഭാഗങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസോ വീഡിയോസോ ആയിട്ട് ഇവർ അയച്ചു തരും. അത്തരത്തിൽ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ